ഹായ് ഓൾ, വെൽക്കം ടു കാൽഗറി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് PPF കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഒരു PPF ചെയ്യാൻ പോകുമ്പം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അതായത് 195 മൈക്രോൺ തിക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ 200 മൈക്രോൺ തിക്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചൂസ് ചെയ്യണത് ഓക്കെ, എനിക്ക് 200 മൈക്രോൺ തിക്നെസ് അതാണല്ലോ കുറച്ചും കൂടി തിക്കർ. ഒരു PPF എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു 195 മൈക്രോൺ ഒരാൾ പറയുമ്പം, അതായത് ഇതിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, പിന്നെ അതിനുശേഷം ഈ ഒരു സെൽഫ് ഹീലിംഗ് ഒക്കെ വരുന്ന ഒരു ലെയർ ഉണ്ട്, അതിനുശേഷം TPU ലെയർ ഉണ്ട്, പിന്നെ അദസീവ് ലെയർ ഉണ്ട്, പിന്നെ ഈ അദസീവ് ലെയർ ആക്ച്വലി സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ബാക്ക് ലെയർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊക്കെ ആയിരിക്കും ചിലർ 195 മൈക്രോൺ തിക്നെസ് പറയുന്നത്. നല്ല കമ്പനികളുണ്ട്. ഇപ്പോൾ ചിലർ അവർ ഈ പ്രൊട്ടക്റ്റീവ് ലെയറോ അല്ലെങ്കിൽ ബാക്കിലുള്ള ലെയറോ ഒന്നും പെടാതെ തന്നെ ആയിരിക്കും ചിലപ്പോൾ 195 മൈക്രോൺ തിക്നെസ് വരുന്നത്. ചില കമ്പനികളുടെ അദസീവ് ലെയർ എന്നൊക്കെ പറയുന്നത് ഒരു 40 മൈക്രോൺ തിക്നെസ് വരും. 40 മൈക്രോൺ തിക്നെസ് അദസീവ് ലെയറിന് വരുമ്പം ഈ 195 40 ലെയർ കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 150 മൈക്രോൺസ് എഫക്റ്റീവ്ലി നമ്മളുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് സെയിൻറ്റ് ഗോബൈൻ്റെ PPF യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊട്ടക്റ്റീവ് ലെയറും ബാക്ക് ലെയറൊക്കെ മാറ്റിയതിന് ശേഷം ഇതിനൊരു 195 to 190 മൈക്രോൺ തിക്നെസ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ അദസീവ് ലെയർ വെറും 10 മൈക്രോൺ തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ അതായത് എഫക്റ്റീവ്ലി ഒരു 180 to 170 മൈക്രോൺ തിക്നെസ് ആണ് ഈ TPU ലെയറിന് വരുന്നത്. ഇതുപോലെ പല മിത്ത് ബസ്റ്റേഴ്സും നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വെയിറ്റ് ഫോർ പാർട്ട് 2.